ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സാഗ. യജമാനന്റെ പൂച്ച. ഒരു വീട്ടിലെ യജമാനന് കുറേ പൂച്ചകളുണ്ടായിരുന്നു. യജമാനന് പൂച്ചകളോട് വലിയ സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും വിശക്കുമ്പോൾ പൂച്ചകൾ യജമാനു ചുറ്റും കൂടും. വിശന്നു വലഞ്ഞ പൂച്ചകൾക്ക് യജമാനൻ ഭക്ഷണവും നൽകും. ഒരു നാൾ യജമാനൻ നല്ല ദേഷ്യത്തിലായിരുന്നു. പൂച്ചകൾ പതിവ് പോലെ വിശന്നപ്പോൾ യജമാനു ചുറ്റും കൂടി. അപ്പോഴത്തെ ദേഷ്യത്തിന് യജമാനൻ പൂച്ചകളിൽ ഒരെണ്ണത്തെ ഒരു ചവിട്ട് കൊടുത്തു. നാശം പിടിച്ച പൂച്ചകൾ എങ്ങോട്ടെങ്കിലും പോയി തൊലയി. ആ പൂച്ചയുടെ നാഭിക്കാണ് ചവിട്ടുകൊണ്ടത്. അതവിടെ തന്നെ കിടന്ന് പിടഞ്ഞു ചത്തു. അന്ന് രാത്രി യജമാനൻ ഒരു സ്വപ്നം കണ്ടു. ചവിട്ടുകൊണ്ട പൂച്ച സ്വർഗത്തിൽ നിന്ന് ദൈവത്തിനോട് പരാതി പറയുന്നു. ദൈവം ദേഷ്യത്തോടെ യജമാനെ ശിക്ഷിക്കുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ യജമാനന് ആകെ പരിഭ്രമമായി. അദ്ദേഹം കുറ്റബോധം കൊണ്ട് പൊറുതിമുട്ടി. ഇതിനൊരു പരിഹാരം കാണണം എന്ന് ചിന്തിച്ചുകൊണ്ട് യജമാനൻ ഒരു മതപണ്ഡിതനെ കണ്ട് തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം. പൂച്ച ചവിട്ടേറ്റു ചത്തതിനാൽ എനിക്ക് കുറ്റബോധമുണ്ട്. ദൈവശിക്ഷയോർത്ത് ഭയമാകുന്നു. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അങ്ങ് ഒരു ഉപായം നിർദ്ദേശിക്കണം. അദ്ദേഹം താണു അപേക്ഷിച്ചു. അത് കേട്ട് പണ്ഡിതൻ പറഞ്ഞു, ആ പൂച്ചയുടെ ജീവന് പകരം വയ്ക്കാൻ താങ്കളുടെ വശം എന്താണുള്ളത്? അബദ്ധത്തിൽ പറ്റിയതുകൊണ്ട് ദൈവം പൊറുക്കുമായിരിക്കും. ദൈവഭയമുള്ളവർ ഒരിക്കലും കോപിച്ച് ധിക്കാരം പ്രവർത്തിക്കരുത്. ഈ തെറ്റിന് പ്രായശ്ചിത്തമായി അങ്ങ് ഈ നാട്ടിലെ വിശന്നു വലഞ്ഞ 100 പൂച്ചകളെ കണ്ടെത്തി ഭക്ഷണം നൽകുക. അത് കേട്ടപ്പോൾ യജമാനൻ ഉടൻ തന്നെ പല ദിക്കിലും ആളെ അയച്ചും അല്ലാതെയും പൂച്ചകളെ കണ്ടുപിടിച്ച് ഭക്ഷണം കൊടുത്തു തുടങ്ങി. അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ യജമാനൻ മനസ്സിലോർത്തു, ഒരു കോപം വരുത്തിവെച്ച ശിക്ഷ ഇത്രയും ഉണ്ടെങ്കിൽ മറ്റു പാപങ്ങൾക്ക് എന്തു പ്രായശ്ചിത്തമായിരിക്കും ചെയ്യേണ്ടി വരുന്നത്? അയാൾ ചെയ്ത ദൈവം വിലക്കിയ പാപങ്ങളെല്ലാം മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. അതോർത്തപ്പോൾ ഹൃദയഭാരത്താൽ ഒരു നിലവിളിയോടെ ആ യജമാനൻ മരിച്ചു വീണു. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.